മോർണിംഗ്. എന്താണ് ഗുഡ് മോർണിംഗ് ഒന്നുമില്ലേ? അതവിടെ നിൽക്കട്ടെ. നേരെ ഇപ്പോൾ എത്രയെന്ന വിചാരം? ഒരു മണിക്കൂറല്ലേ നേരം വൈകുള്ളൂ രാജേട്ടാ. എനിക്കൊന്നുമില്ല. സൈൻ ചെയ്യണമെങ്കിൽ മാനേജറുടെ അടുത്ത് പോകണം. ഷോ ബുക്ക് കൊണ്ടുപോയോ? മുന്നത്തെ മാനേജറാന്ന് വിചാരിച്ചോ? എൻ്റെ ഹാഫ് ഡേ. ശരത്തേട്ടാ ഒപ്പിടാൻ എന്താ വഴി? അങ്ങോട്ട് ചെല്ല്, നിർത്തി പൊരിക്കകള്. ഷോ ശരിക്കും എന്താ ഉണ്ടായെന്നറിയോ? വരുന്ന വഴിക്കൊരു ആക്സിഡന്റ്. 2 ബൈക്കുകൾ തമ്മിൽ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? ഞാൻ അവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അതാ വഴി ഇത്. അങ്ങനെയാണെങ്കിൽ മാനേജറോട് പറ, ഒപ്പിടാൻ സമ്മതിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ആളല്ല മാനേജർ, മനസാക്ഷിയുള്ളവനാ. ഈ കാസർകോട്ടുകാർ പൊതുവേ മനുഷ്യത്തുള്ള ആൾക്കാരാ. സോപ്പരണ്ട, നീ മനസ്സ് കണ്ട അങ്ങോര് മാനത്ത് കാണും. അപ്പൊ ചിന്ന പുലിയാണെന്ന് അർത്ഥം. ചിന്ന പുലിയോ? ഒന്നിനും കൊള്ളാത്ത കാസർഗോഡ് ബ്രാഞ്ചിനെ സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ആക്കിയ ആളാ നമ്മുടെ മാനേജർ. എന്തേ? പിന്നെ ഞാനൊന്ന് ഛർദിച്ചു. അയ്യോ, എന്ത് പറ്റി? ഭക്ഷണത്തിന് എന്തെങ്കിലും? അതൊന്നും അല്ല എന്നേ. പിന്നെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്ത് പ്രാർത്ഥന? ഒന്നുമില്ല. നിങ്ങൾ 2ാമത്തെ കുട്ടിയുടെ അച്ഛനാവാൻ പോണൂന്ന്. ശരത്തെ, ഞാൻ ഹാഫ് ഡേ ലീവാ. ഓക്കെ സാർ. പിന്നെ ലഞ്ച് എൻ്റെ വക. ഞാനിപ്പോ വിചാരിച്ചേ ഉള്ളൂ എവിടുന്ന പച്ചമാങ്ങ. അതാണ് നീ മനസ്സ് കണ്ട ഞാൻ മാനത്ത് കാണുന്നു പറഞ്ഞു. തരില്ല 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 എന്താ തരില്ല 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 തരില്ല. വേണ്ട. എന്നാ പിടിച്ചോ. തരില്ല തരില്ല തരില്ല. വെറുതെ എന്റെ ദേഹം ഇളക്കല്ലേ കേട്ടോ. അയ്യോ, ഞാൻ ഓർത്തില്ല. എന്താ ഇത്? ആരെങ്കിലും കാണട്ടോ? കാണട്ടെ, എന്റെ കുഞ്ഞുമാവിടെ അമ്മ ഈ ലോകം മുഴുക്ക കാണട്ടെ. പിന്നെ ഏട്ടനൊരു 500 കട്ട എഴുതി കൊടുത്താൽ പേടിക്കണ്ട, എന്ത് പ്രാർത്ഥിച്ചാലും നടത്തേണ്ട ഭഗവാനാ. സൈഡാക്കി. ഇവരെങ്ങോട്ടാ കിട്ടി? നമുക്ക് നേരെ അങ്ങോട്ട് പോകും. ഇവിടെ തൊട്ടിൽ കിട്ടിയ സന്താന ഭാഗ്യം ഉണ്ടാവുന്ന വിശ്വാസം. അഞ്ജു, അഞ്ജു സൂക്ഷിച്ചു. ഭഗവാനെ, ഇനിയും എൻ്റെ കണ്ണു നിറയ്ക്കരുതേ. പൂർണ്ണ ആരോഗ്യവും ഓജസ്സും തേജസ്സും ഉള്ള ഒരു മകനെ എനിക്ക് തരണേ. അടുത്ത വേലയ്ക്ക് 1000 തൊട്ടിൽ ഞാൻ കെട്ടാം. അഞ്ജു വാ.
മോളുടെ പേരെന്താ? ലീന. മോളെങ്ങനെ സംസാരിക്കില്ല. ഓക്കെ ഓക്കെ, കൈ നീട്ട്. താങ്ക് യു. മിസ്റ്റർ ഗൗതം, ഞാൻ പറയുന്നത് ശ്രദ്ധയോട് കൂടി കേൾക്കണം. മൂത്ത കുട്ടിക്ക് ബുദ്ധിമാന്ദ്യം ഉള്ളതുകൊണ്ട് ജനിക്കാൻ പോകുന്ന കുട്ടിക്കും 50% പ്രതീക്ഷിക്കണം. ഏയ്, ഞാനൊരു സാധ്യത പറഞ്ഞു എന്നുള്ളൂ. കൂൾ ഡൗൺ അഞ്ജു, ഇതൊരു ഹോസ്പിറ്റലാണ്. നല്ല പോലെ ശ്രദ്ധിച്ചാൽ പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുട്ടിയെ കിട്ടാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടേ? എന്ത് ചെയ്യാനും ഞങ്ങൾ ഒരുക്കാം. ആദ്യം ഭക്ഷണം നന്നാവണം. രാസവളം ഇടാത്ത, കീടനാശിനി അടിക്കാത്ത പച്ചക്കറിയും പഴങ്ങളും വേണം കഴിക്കാൻ. പിന്നെ പീരിയഡിക്കലി ചില ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നോക്കാം. വേറെന്തെങ്കിലും? ഇപ്പൊ ഈ ടാബ്ലറ്റ് കഴിക്കൂ. നിനക്ക് കറി വേണ്ടേ? വേണ്ട. അയ്യോ, അത് പറ്റില്ല. എല്ലാം കഴിക്കണം, എന്നാലേ കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാവൂ. പച്ചക്കറി കാണുന്നതേ പേടിയാ എനിക്ക്. ഇനി ഒരു കുഞ്ഞും കൂടി. ഏയ്, ഇനി അങ്ങനെ സംഭവിക്കില്ല. പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടാൻ ഈ ലോകത്ത് എവിടെ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിലും നമ്മൾ പോകും. എന്തൊക്കെ വിറ്റുപറിക്കിട്ടാണെങ്കിലും. ഷുവർ. രാജേട്ടോ, ഈ പച്ചക്കറി ശരിക്കും ജൈവം തന്നെ അല്ലേ? ജൈവം ജൈവം എന്ന് പറഞ്ഞിട്ടാ കൊണ്ടുത്തരണത്. ഇനി നമ്മളറിയാതെ കീടനാശിനി അടിക്കണ്ടോന്ന് അറിയില്ല. അയ്യോ, തനി ജൈവാണ് വേണ്ടെങ്കിൽ നമ്മുടെ യു പി സ്കൂളിൽ ഒരു പച്ചക്കറി തോട്ടമുണ്ട്. തനി ജൈവ. അവിടുത്തെ നാരായണ മാഷ കണ്ട എന്തൊക്കെ വേണോ അതൊക്കെ കിട്ടും. മേഡം, നാരായണ മാഷ്. മാഷിപ്പോ പച്ചക്കറി തോട്ടത്തിലായിരിക്കും. ഇത് കൂടെ പൊക്കോളൂ. ഓ, താങ്ക് യു. രാസവളവും കീടനാശിനിയും ഇട്ടിട്ടാണ് പച്ചക്കറി ഉണ്ടാക്കണതെന്ന് അറിഞ്ഞിട്ട് എത്ര കാലായി? ഒരു 15 വർഷമായി കാണും. ആ കാലം മുതൽ ഒഴിവ് കിട്ടുന്ന നേരത്ത് ഓരോ മുരട് പച്ചക്കറി വെച്ചിരുന്നെങ്കിലോ? തന്റെ മകൾക്ക് ഈ ഗതി വരുമോ? മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കാത്തതാണ് ഓരോരുത്തരുടെയും പ്രശ്നം. താൻ ആദ്യം ഈ കുട്ടികളെ കണ്ടുപിടിക്കേ. അവര് നല്ല ഭക്ഷണം കഴിക്കണമെന്ന് മാത്രമല്ല, നാട്ടുകാരെ കൊണ്ട് നല്ല ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കുന്ന ഒരു പുതിയ തലമുറ ഉണ്ടാവുന്നു. അവര് തൊഴിലുറപ്പെന്ന സന്ദേശം പരത്തുന്നു. എത്ര മഹത്തായ കാഴ്ചപ്പാട് അല്ലേ? അതെ. തനിക്ക് ആവശ്യമുള്ള പച്ചക്കറി ഞങ്ങൾ തരാം, പക്ഷേ ഒരു കണ്ടീഷൻ. എന്താ? ഇത് നീ വെക്ക്. വരും തലമുറയ്ക്കൊരു പാഠമാവട്ടെ. മോളുവാ. നോക്കു മോളു. അങ്ങനെ മാഷോടുള്ള വാക്കു ഞാൻ പാലിച്ചു. എന്താ രാവിലെ തന്നെ പരിപാടി? ഈ ഓട്ടം മാത്രം പോരാ, ഒരു മുരട് പച്ചക്കറിയും കൂടെ വെച്ചോ, അല്ലെങ്കിലേ കാര്യം അപകടത്തിലേക്കാ പോക്ക്.